കഴക്കൂട്ടത്ത് വയോധികയുടെ തലയ്ക്ക് വെട്ടി പരിക്കേൽപ്പിച്ച് സഹോദരി പുത്രൻ. വസ്തുതർക്കത്തെ തുടർന്നാണ് ഈ ആക്രമണം ഉണ്ടായത്. കഴക്കൂട്ടം വാഴപ്പണയിൽ വീട്ടിൽ ഉഷയ്ക്കാണ് വെട്ടേറ്റത്. കമ്പി കൊണ്ടുള്ള അടിയിൽ കൈകാലുകൾക്കും പരിക്കുണ്ട്. ഉഷയുടെ സഹോദരി പുത്രനായ ദീപുവിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ ആക്രമണം. ഗോകുൽനാഥ വിവരങ്ങൾ നൽകും. ഗോകുൽ, അപ്പോൾ എന്ത് കാരണത്തിന്റെ പേരിലാണെങ്കിലും ഇത്ര പ്രായമുള്ളൊരു സ്ത്രീയെ ഇത്ര ക്രൂരമായി ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. എന്താണ് സംഭവിച്ചത്? അതോടൊപ്പം ഈ മർദ്ദനമേറ്റ സ്ത്രീയും പോലീസിന്റെ ഗുണ്ടാലിസ്റ്റിൽപ്പെട്ടയാളാണെന്ന് കേൾക്കുന്നുണ്ടല്ലോ. ഷിഹാസ്, തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഇന്ന് വൈകിട്ട് 6:30 സഹോദരിയുടെ മകനും അതേപോലെ തന്നെ യുവാക്കളും ചേർന്ന് വയോധികയെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വാഴപ്പണ വീട്ടിൽ 68 വയസ്സുള്ള ഉഷയ്ക്കാണ് അതിക്രൂര മർദ്ദനത്തിൽ സാരമായി പരിക്കേറ്റത്. വയോധികയുടെ തലയ്ക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. അത് മാത്രമല്ല, കമ്പി കൊണ്ടുള്ള അടിയിൽ ശരീരമാസകലം മുറിവുകളുമുണ്ട്. തുടർന്ന് കഴക്കൂട്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇവരെ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്നുള്ളതാണ്. എന്തായാലും ഈ ആക്രമണത്തിലേക്ക് നയിച്ച കാരണം ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഈ ഇരു വീട്ടുകാരും തമ്മിൽ വസ്തുതർക്കവുമായി ബന്ധപ്പെട്ട് ഒരു വാക്കേറ്റമുണ്ടായിരുന്നു. ആ വാക്കേറ്റത്തിനൊടുവിലാണ് 6:30 ദീപുവും സംഘവും വീട്ടിലേക്ക് അതിക്രമിച്ചെത്തുകയും തുടർന്ന് കയ്യിലുണ്ടായിരുന്ന വാക്കത്തി ഉപയോഗിച്ച് ഈ ഉഷയുടെ തലയ്ക്ക് വെട്ടുകയും ചെയ്തത്. തുടർന്ന് ഈ അംഗങ്ങളായി ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഈ സംഘത്തിലുണ്ടായിരുന്ന യുവാക്കൾ ചേർന്ന് ഇരുമ്പ് വടികൊണ്ട് ഉഷയുടെ ശരീരമാസകലം അടിച്ച് തല്ലിച്ചതയ്ക്കുകയുമായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും കഴക്കൂട്ടം പോലീസ് പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ മുൻപ് റൌഡി ലിസ്റ്റിൽ പെട്ടിരുന്ന ആളാണ് ഉഷയും എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി ഇവർ തമ്മിൽ ചില വസ്തുതർക്കവുമായി ബന്ധപ്പെട്ടും നിലവിൽ ഇരുവരും അനുഭവിച്ചു പോന്നിരുന്ന കുടുംബ സ്വത്തുമായി ബന്ധപ്പെട്ടും ചില തർക്കങ്ങൾ അതിരൂക്ഷമായി തുടരുന്നുണ്ടായിരുന്നു. ആ തർക്കങ്ങളൊക്കെ പലപ്പോഴും കയ്യാങ്കളിയിൽ കലാശിക്കുകയും പതിവായിരുന്നു. ഇന്ന് ഉച്ചയോടുകൂടി ഉണ്ടായ ഈ വാക്കുതർക്കമാണ് പെട്ടെന്നുണ്ടായ ഒരു കാരണമെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഉഷയും തിരിച്ച് ആക്രമിക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അതൊന്നും വിലപ്പോയില്ല. യുവാവും സംഘവുമായാണ് എത്തിയത്. സഹോദരന്റെ മകനായുള്ള ദീപുവും 6 അംഗ സംഘവുമാണ് ഈ വയോധികയെ അതിക്രൂരമായി മർദ്ദനത്തിന് ഇരയാക്കിയത്. ദീപുവാണ് കയ്യിൽ കരുതിയിരുന്ന വടിവാൾ ഉപയോഗിച്ചുകൊണ്ട് തലയ്ക്ക് വെട്ടുകയും തുടർന്ന് സംഘത്തിലുണ്ടായിരുന്ന 4 പേർ ചേർന്നുകൊണ്ട് ഇരുമ്പ് വടികൊണ്ട് വയോധികയുടെ കാലിലും കയ്യിലും തല്ലുകയുമായിരുന്നു എന്നുള്ളതാണ് നിലവിൽ കഴക്കൂട്ടം പോലീസ് അറിയിക്കുന്നത്. എന്തായാലും ഈ കഴക്കൂട്ടം പോലീസ് ഇപ്പോൾ നിലവിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ കൃത്യശേഷം ഈ പ്രതികളെല്ലാം തന്നെ ഒളിവിൽ പോകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് കഴക്കൂട്ടം പോലീസ്. ശരി, ഗോകുൽനാഥാണ് വിവരങ്ങൾ നൽകിയത്.